നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. കുളപ്പുള്ളി ഷൊർണൂർ പാത പൂർണ്ണ തകർച്ചയിൽ നടുവൊടിഞ്ഞ യാത്രക്കാർ, പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. സമരങ്ങളോടെ നിഷേധാത്മക സമീപനം. വൃത്തിയുള്ള നഗരത്തിന് ഈ വഴി തികഞ്ഞ വൃത്തികേട്. മകരയിൽ പ്രഭാത സഫാരിക്ക് ഇറങ്ങിയ വയോധിക വാഹനമിടിച്ചു മരിച്ചു. മരിച്ചത് മാങ്കുറിശി മുരുക്കാണ്ടിത്തൊടിയിൽ ജാനകി. അപകടം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മാങ്കുറിശി ക്ഷേത്ര പരിസരത്ത്. ഷൊർണൂരിൽ വിദ്യാലയത്തിന് സമീപം വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നത് അപകടാവസ്ഥയെന്ന വാർത്തയ്ക്കെതിരെ KSEB. പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് KSEB ഉദ്യോഗസ്ഥർ. താഴ്ന്നു കിടക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ കേബിൾ ലൈൻ. നഗരത്തിൽ ഒരിടത്തും വൈദ്യുതി കമ്പികൾ അപകടാവസ്ഥയില്ലെന്നും വിശദീകരണം. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രം. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പരിപാടികൾ തുടരുന്നു. കർക്കിടക വാവുബലി തർപ്പണത്തിന് നിളയോരത്തെ പുണ്യകേന്ദ്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് പിതൃതർപ്പണത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ. ജനം പൊറുതിമുട്ടി. പലതവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ ചെയ്തും ഒരു രക്ഷയുമില്ലാതെ പൊതുജനം ദുരിതത്തിലായിരിക്കുകയാണ്. 3 കിലോമീറ്റർ ദൂരം മാത്രം വരുന്ന കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ വൻ തകർച്ചയ്ക്കെതിരെയാണ് പൊതുജനത്തിൻ്റെ അമർഷം ശക്തമായിരിക്കുന്നത്. റോഡൊന്ന് നവീകരിക്കാൻ PWന്റെ മെല്ലെപ്പോക്ക് കൂടിയായപ്പോൾ ശരിക്കും ദുരിതത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് വാഹനയാത്രക്കാർ. ആദ്യം പാതയിലൂടെയുള്ള വാഹനയാത്ര ഒന്ന് നോക്കാം. പാതയിലാകമാനം കുഴികൾ. ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും കുഴിയിലൊന്നു ചാടിയാൽ സ്ഥിതി മറ്റൊന്നാകും. ഇനി വാഹനയാത്ര ചെയ്ത് ദുരിതം അറിഞ്ഞവരുടെ പ്രതികരണങ്ങളും കൂടി ഒന്ന് നോക്കാം. വൈകാരികമായ പ്രതികരണങ്ങളാണ് പലരും നൽകിയത്. റോഡിലൂടെ കാളവണ്ടിയുമായി പോകേണ്ട ഗതികേടിലായി മാറിയെന്നാണ് ഇവർ പറയുന്നത്. വളരെ സുഖമാണ്. ഷൊർണൂർ മുതൽ മറ്റേ പട്ടാമ്പി വരെ ഇത് 3 വട്ടത്തെ വരെ ഈ കൊല്ലത്തിൽ ചെയ്തതാണ്. ഇപ്പം അടുത്ത് മഴ പെയ്യണതിൻ്റെ അന്ന് ഇവിടെ കോറിയുടെ വേസ്റ്റ് ഇല്ല, കോറിയുടെ പൊടി അത് കൊടുത്തിട്ടാണ് ഇതിട്ട് പിറ്റെന്താ എന്നോ അതിനും കായ് കൊടുക്കല്ലേ, ഇവര് പൈസ കൊടുക്കല്ലേ. എന്തിന് നമ്മുടെ നികുതി പടം തന്നെ എന്നിട്ട് നമ്മുടെ വണ്ടി അടിമുട്ടും, നമ്മുടെ വണ്ടി കേടറി വാണത്തി നേരാക്കിയാൽ മതി. ഞങ്ങളിങ്ങനെ ചാടിപ്പോവും. ഇനി നമുക്ക് അടുത്ത് കളവണ്ടിയൊക്കെ കാണും, അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ റോഡ് ഉഷാറല്ല, എപ്പോഴും കിടക്കുന്നു. നമ്മുടെ കുളപ്പുള്ളി പാലക്കാട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി പാത ഏതാണെന്ന് അറിയേണ്ടേ. ഷൊർണൂർ നഗര പരിധിയിലൂടെയുള്ള കുളപ്പുള്ളി ഷൊർണൂർ പാതയുടെ തകർച്ചയിലാണ് ജനം ഇങ്ങനെ അമർഷം രേഖപ്പെടുത്തിയത്. ദുരിതം തന്നെയാണ്, കുറവാലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ കടക്കാനേ പറ്റില്ല, അത്രയും വയ്യ. നഗരസഭയോട് പ്രത്യേകം പറയാം, PWD വേഗം ഇറങ്ങി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു ചെറിയ വണ്ടി 2 വണ്ടി ഒന്നല്ല പോകുള്ളൂ, ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റൂട്ടാണ്, മെയിൻ റൂട്ടാണ്. പലതവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ ചെയ്തും പൊതുജനം ശരിക്കും മടുത്തു. 3 കിലോമീറ്റർ ദൂരം മാത്രം വരുന്ന പാതയിലെ വലിയ തകർച്ചയിലാണ് പൊതുജനം ദുരിതത്തിലായിരിക്കുന്നത്. ചെറിയ കുഴികൾ അധികമില്ല, ഒന്നാന്തരം വലിയ കുഴികൾ മാത്രം. ചെളിവെള്ളം നിറഞ്ഞ് പലതും കാണാനുമില്ല. സമയമെടുത്തുള്ള ദുരിതയാത്ര വേണം ഇതിലൂടെ. പലപ്പോഴും ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇനി വലിയ ദുരന്തം വരുമ്പോൾ മാത്രമേ അധികൃതർ കാര്യമായി തിരിഞ്ഞു നോക്കുകയുള്ളൂ. ഇത് എല്ലായിടത്തെയും പതിവ് രീതിയാണ്. സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയനഷ്ടവും ആ മേഖലയിലുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. റോഡൊന്ന് നവീകരിക്കാൻ PWന്റെ മെല്ലെപ്പോക്ക് നയം മൂലം ശരിക്കും ദുരിതത്തിലായിരിക്കുന്നത് നൂറുകണക്കിന് വാഹനയാത്രക്കാർ. പാത മഴയ്ക്ക് മുൻപ് നവീകരിച്ചെങ്കിലും വീണ്ടും പഴയ രീതിയിലായി. താൽക്കാലിക പരിഹാരത്തിനായി കോറി വേസ്റ്റ് ഇട്ടെങ്കിലും കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. പ്രഭാത സഫാരിക്ക് ഇറങ്ങിയ വയോധിക വാഹനമിടിച്ചു മരിച്ചു. മാങ്കുറിശി മുരുക്കാണ്ടിത്തൊടിയിൽ രാമൻകുട്ടിയുടെ ഭാര്യ 70 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6-ന് മാങ്കുറിശി ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. നടക്കാനിറങ്ങിയ ശേഷം തിരിച്ചു വരുമ്പോൾ ചായ കുടിക്കാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന ഗുഡ്സ് ട്രാവൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ ജാനകിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ജാനകിയും ഭർത്താവ് രാമൻകുട്ടിയും തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. മകൾ വിഷ്ണുമായ, മരുമകൻ ജയൻ. മങ്കര പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ KVR സ്കൂളിന് സമീപം വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നത് അപകട ഭീഷണി എന്ന പ്രമുഖ പത്രത്തിൽ വന്ന വാർത്തയ്ക്കെതിരെ KSCB. വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്നും ഈ ഭാഗത്ത് താഴ്ന്നു കിടക്കുന്നത് സ്വകാര്യ മൊബൈൽ ഇന്റർനെറ്റ് സേവനദാതാവിന്റെ കേബിൾ ലൈനാണെന്നും KSCB അധികൃതർ പ്രതികരിച്ചു. ജനങ്ങളെ ആശങ്കയിലാക്കുന്നതാണ് തെറ്റായ പത്രവാർത്തയെന്ന് KSCB ഷൊർണൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PM മുസ്തഫ പറഞ്ഞു. വിദ്യാലയത്തിന് മുന്നിലെന്നല്ല, നഗരപ്രദേശത്ത് ഒരിടത്തും വൈദ്യുതി കമ്പികൾ അപകടാവസ്ഥയിലല്ല. മാത്രമല്ല, കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവൃത്തികളുമായി KSCB മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നത്. സ്വകാര്യ മൊബൈൽ ഇന്റർനെറ്റ് സേവനദാതാവിന്റെ കേബിൾ ലൈനാണ് താഴ്ന്നു കിടക്കുന്നത്. വസ്തുത തിരിച്ചറിയാതെയാണ് പ്രമുഖ പത്രം KSCBക്ക് കുറ്റം ചാർത്തിയതെന്നും മുസ്തഫ പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഭാഗം ഫുള്ള് ഇപ്പോഴത്തെ മറ്റേ RDSS വർക്കിൽ ഫുള്ള് നമ്മൾ രജിസ്റ്റർ മറ്റേ ഷാക്ലിങ്ങും മറ്റേ പുതിയ ലൈനൊക്കെ വലിച്ച് ക്ലിയർ ചെയ്ത് വെച്ചതാണ്. KSCBയുടെ യാതൊരുവിധ സേഫ്റ്റി ക്ലിയറൻസിന്റെ മറ്റൊരു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അന്നേരം ഇവിടെ കുറെ നമ്മുടെ കേബിൾ ടിവിയുടെ ലൈനുകൾ നിലത്ത് കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞങ്ങൾ പറഞ്ഞ് അത് സഹകരിക്കുന്ന കേബിൾ ടിവിക്കാരൊക്കെ വന്ന് അതൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ കിടക്കുന്ന മുഴുവൻ കേബിൾ ടിവി ലൈനുകളാണ്. ഇത് അവരോട് നമ്മൾ പറയാറുണ്ട്, അവരുടെ കേബിൾ ടി വി ഇപ്പൊ നമ്മൾക്ക് കേബിൾ ടി വി ലൈന് അവരോട് ഓതറൈസ്ഡ് ആൾക്കാരോട് പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അവരുടെ ലൈൻ വലിച്ചിട്ട് നമ്മൾക്ക് അത് ക്ലിയർ ചെയ്ത് മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ കേബിൾ ടിവിക്കാരോട് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഇനി നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ KSCBയുടെ യാതൊരുവിധ സേഫ്റ്റി ആയിട്ടുള്ള അത് ലൈൻ താഴ്ന്നു കിടക്കുക അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന റോഡായ കാരണം നമ്മുടെ ശ്രദ്ധയിലും എല്ലാം എപ്പോഴും പെടുന്നതാണ്. KSCBക്ക് ഒരു മാതൃഭൂമിക്കാർ തെറ്റായ ഒരു വാർത്ത കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടെ നടക്കുന്ന ജനങ്ങൾക്ക് ഒരു ഭീതിയാവും ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ. പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സബ് എഞ്ചിനീയർ ഡെന്നിസ് മാത്യുവും മറ്റ് KSCB ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു. താഴ്ന്നു കിടക്കുന്ന ജിയോ ഫൈബർ കേബിളുകൾ KSCB ജീവനക്കാരും സ്ഥലത്തെത്തിയ വിവിധ കേബിൾ TV ജീവനക്കാരും ചേർന്ന് ഉയർത്തിക്കെട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CID നേതൃത്വത്തിൽ റെയിൽവേ കരാർ തൊഴിലാളികൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. ഹംസ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനും ധർണയ്ക്കും ശേഷം പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദിയുമായി ഡിവിഷണൽ ഓഫീസിൽ വെച്ച് യൂണിയൻ നേതാക്കൾ ചർച്ച നടത്തി. TK അച്യുതൻ, RG പിള്ള, M ഹംസ, V ബാലകൃഷ്ണൻ, B പ്രമോദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ESI PF ഇനിയും നടപ്പാക്കാൻ ബാക്കിയുള്ള വിഭാഗം തൊഴിലാളികൾക്ക് ബാധകമാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷൊർണൂരിലെ 4 പാഴ്സൽ പോർട്ടർമാരെ തിരിച്ചെടുക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും PM സുരക്ഷാ യോജന എല്ലാ തൊഴിലാളികൾക്കും ബാധകമാക്കാമെന്നും DRM ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ വനിതാ വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്യലഹരി വിരുദ്ധ സെമിനാർ കോങ്ങാട്ട് സംഘടിപ്പിച്ചു. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ SI M മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബത്തിന്റെ ഘടനയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കുടുംബത്തിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം മാത്രമല്ല, ഒരു വലിയ വിപത്തായിട്ട് ഈ ലഹരി എന്ന പിശാച് നമ്മുടെ ഇടയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വിടുന്നു, അല്ലെങ്കിൽ അത് അവിടെയല്ലേ എൻ്റെ വീട്ടിലില്ലോ എന്നുള്ളൊരു വിദ്യാധാരണയിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ടിരുന്നത്. ഇതിനൊരു പ്രോത്സാഹനമായിട്ട് വേണം നമുക്ക് കാണാൻ. NKNTU സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. അസംഘടിത തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി KC പുഷ്പലത, ജില്ലാ പ്രസിഡന്റ് V ഉഷാകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി MP ശോഭന, ജില്ലാ സെക്രട്ടറി K സരോജിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മദ്യവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി കീഴത്തൂർ LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ പരിശീലന പരിപാടി ആരംഭിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കീഴത്തൂർ സ്കൂളിൽ വെച്ച് നടത്തുന്ന കരാട്ടെ പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ സുബൈർ മാസ്റ്റർ അധ്യക്ഷനായി. കരാട്ടയുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ടെക്നിക്കൽ ഡയറക്ടറും എക്സാമിനറുമായ ക്യോഷി ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ മുഹമ്മദ് കരീം മാസ്റ്റർ, സ്കൂൾ അധ്യാപകരായ ഷിഫ,
ജസ്ന, സൂര്യ, ജസീം, ജുനൈദ്, ഇൻസില, കരാട്ടെ ട്രെയിനർ ചാമിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കോട്ടായിലെ ഒരു കർഷകൻ. കരിയങ്കോട് ആലഞ്ചുവട് സ്വദേശി ജയപ്രകാശാണ് പരമ്പരാഗത കൃഷിക്ക് പകരം ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചുവടുമാറിയത്. പന്നിശല്യത്തെ തുടർന്ന് നെൽകൃഷി നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞതെന്ന് കർഷകനായ ജയപ്രകാശൻ പറയുന്നു. ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കോട്ടായിലെ ഒരു കർഷകൻ. കരിയങ്കോട് ആലഞ്ചുവട് ഉഷസ്സിലെ ജയപ്രകാശാണ് പരമ്പരാഗത കൃഷിക്ക് പകരം ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചുവടുമാറിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 20 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇത് വിജയിച്ചാൽ അടുത്ത തവണ പൂക്കൃഷി വ്യാപിപ്പിക്കാനാണ് പദ്ധതി. തൈ നട്ട് 45 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ പാകമാകുമെന്നാണ് പറയുന്നത്. നെൽകൃഷിയും കിഴങ്ങ് കൃഷിയും ഇറക്കി നഷ്ടത്തിലായതും പന്നിശല്യത്താൽ വലഞ്ഞതിനുമാണ് പൂക്കൃഷി പരീക്ഷണത്തിലേക്ക് തിരിഞ്ഞതെന്നും നെൽകൃഷിയെ അപേക്ഷിച്ച് പണി കുറവാണെങ്കിലും ചെണ്ടുമല്ലി കൃഷിക്ക് നല്ല പരിചരണം ആവശ്യമാണെന്നും വളപ്രയോഗം യഥാസമയം നടത്തേണ്ടതുണ്ടെന്നും ജയപ്രകാശ് പറഞ്ഞു. ആലഞ്ചൂട്ടിലെ വള്ളിക്കോട് വാഴമ്പളം പാടശേഖരത്തിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. നഴ്സറി നടത്തുന്ന ജയപ്രകാശ് ബാംഗ്ലൂരിൽ നിന്ന് മുന്തിയ തരം ചെണ്ടുമല്ലി വിത്ത് എത്തിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വിശേഷാൽ പരിപാടികൾ തുടർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തി. രാമായണ പാരായണവും പ്രഭാഷണവും നടക്കുന്നുണ്ട്. സീതാ സ്വയംവരം കഥയിലായിരുന്നു നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തിയത്. കലാമണ്ഡലം നില നങ്ങ്യാർകൂത്ത് അവതരിപ്പിച്ചു. ക്രിയാ നാട്യശാലയായിരുന്നു നങ്ങ്യാർകൂത്ത് അവതരണം. നിരവധി പേർ ആസ്വദിക്കാനെത്തിയിരുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പരുത്തിപ്പുറ കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ തുറന്നു വരികയാണ്. രാമായണ പാരായണവും പ്രഭാഷണവും നടന്നു വരുന്നുണ്ട്. വിശേഷാൽ പൂജകളും നടക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5000-ലധികം വരുന്ന ആളുകൾക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി കൊരട്ടിക്കര മന രാമൻ തിരുമേനി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാനേജർ MA രാജു, ഓഫീസ് മാനേജർ N സുരേഷ്, ആചാര്യൻ മണികണ്ഠൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം 24-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 3 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങൾ, ഏകദേശം 5000-ൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പിതൃതർപ്പണ കർമ്മം നിർവഹിക്കാനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്. 2 ബലിത്തറകളായി ഏകദേശം ഒരേ സമയം 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ 500 പേർക്ക് ഒരേ സമയം ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ശ്രീ ആചാര്യൻ ശ്രീ മണികണ്ഠൻ, അതുപോലെ ശ്രീ MK അജിത് കുമാർ എന്നീ 2 ആചാര്യന്മാരുടെ കീഴിലാണ് നമ്മൾ ബലിതർപ്പണ കർമ്മം ആരംഭിക്കുന്നത്. ഷൊർണൂർ കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഔഷധ കഞ്ഞി വിതരണം തുടരുന്നു. കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി ഈ മാസം 26 വരെ വിതരണം തുടരും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായും കർക്കിടകത്തിലെ സുഖ ചികിത്സയുടെ ഭാഗമായിട്ടും കൂടിയാണ് കർക്കിടക ഔഷധകഞ്ഞി വിതരണം നടത്തുന്നത്. ഷൊർണൂർ കല്ലിപ്പാടം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന ഔഷധകഞ്ഞി വിതരണം തുടരുകയാണ്. 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തി. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഔഷധകഞ്ഞി വിതരണം നടത്തി വരുന്നത്. ഇത് 2ാം വർഷമാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
നമ്മുടെ പൂർവികന്മാരായിട്ട് കർക്കിടക മാസത്തിലെ ചുക ചികിത്സയോടനുബന്ധിച്ചാണ് ഒരു ഔഷധക്കഞ്ഞി എന്ന പേരിൽ. കാരണം അന്നത്തെ കാലത്ത് ശരീരം അത്രയും കാലം അധ്വാനം ചെയ്ത് കർക്കിടക മാസത്തിലാണ് എല്ലാവരും ശരീരത്തിൻ്റെ സുഖചികിത്സ തേടാറുള്ളത്. നമ്മളും ഇവിടെ ഇരട്ടമ്പലം സംരക്ഷണ സമിതിയുടെ പേരിൽ 2 വർഷമായി ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ വർഷത്തെ 3-ാം ദിവസമാണ്. ഈ ദിവസം നമ്മുടെ കൂടെ എത്തിയത് പറക്കുട്ടിക്കാവിലെ ശാന്തിയും ജ്യോതിഷുമായ സുഭാഷ് ശാന്തിയാണ്. അദ്ദേഹം ഔഷധക്കഞ്ഞിയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മുടെ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളവരോട് വളരെ വിശദമായി സംസാരിച്ചു. എന്തായാലും ഇങ്ങനെ ഒരു കഞ്ഞി തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരും ആ കഞ്ഞിയെ കുടിക്കാൻ എന്നും സന്തോഷത്തോടു കൂടി എത്തിച്ചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദിവസവും രാവിലെ 10-ന് കഞ്ഞി വിതരണം ആരംഭിക്കും. ഈ മാസം 20-ന് തുടങ്ങിവെച്ച ഔഷധക്കഞ്ഞി വിതരണം 26-ന് സമാപിക്കും. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3-ന് ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്തും. ക്ഷേത്രത്തിൽ രാമായണ പാരായണം, ഭഗവത് സേവ തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകളും നടന്നു വരുന്നുണ്ട്. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. ഷൊർണൂർ സെൻറ് ആൻ്റണീസ് LP സ്കൂളിൽ ചാന്ദ്രദിന ആഘോഷം നടന്നു. ചാന്ദ്രദിനത്തെക്കുറിച്ച് കുട്ടികൾ കൂടുതൽ അറിയാൻ സഹായകരമായ വിവിധ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാനും സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരമൊരുക്കിയ പരിപാടികളാണ് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. വിവിധ ആശയങ്ങൾ പങ്കുവച്ച് കുട്ടികൾ പോസ്റ്ററുകൾ ഒരുക്കി. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഫ്ലൈ ടു ദ മൂൺ എന്ന പരിപാടിയിൽ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റോക്കറ്റ് നിർമ്മാണവും വിക്ഷേപണവും നടന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയതിൻ്റെ ഓർമ്മയാണ് ചന്ദ്രദിനം. 1969 ജൂലൈ 21-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ഈ വിജയം ശാസ്ത്രലോകത്തെ ഒരു നാഴികക്കല്ലായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സ്കൂബ പരിശീലനവുമായി വീണ്ടും നിഷാദ് വരവൂർ. ജലാശയത്തിൽ അകപ്പെട്ട നിരവധി ജീവനുകൾ ഇദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മുള്ളൂർക്കര പൂതാകുളത്തിലാണ് സ്കൂബ പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊച്ചിൻ പാലത്തിനു സമീപം ഭാരതപ്പുഴയോരത്ത് ഐസ്ക്രീം വിൽക്കുന്ന വരവൂർ തറയിൽ വീട്ടിൽ 43 വയസ്സുള്ള നിഷാദ് ഐസ്ക്രീം വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം മിച്ചം വെച്ചുകൊണ്ടാണ് മുള്ളൂർക്കരയിൽ പുതുകുളത്ത് സ്കൂബ പരിശീലനം നടത്തുന്നത്. എറണാകുളത്തു നിന്നുമാണ് ഓക്സിജനും മറ്റ് സാധന സാമഗ്രികൾ വാടകയ്ക്കെടുത്ത് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ലൊരു തുക കെട്ടിവെക്കേണ്ടതുണ്ട്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ജലാശയങ്ങളിലെ അടിത്തട്ടുകളിൽ അകപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നത് വലിയ കാര്യമാണ്. ജലാശയങ്ങളിൽ അകപ്പെടുന്നവരെ രക്ഷിക്കുക എന്നത് മാത്രമാണ് നിഷാദിൻ്റെ ലക്ഷ്യം. ഇതിനകം വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരെ രക്ഷപ്പെടുത്താൻ നിഷാദിന് കഴിഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ അഗ്നിരക്ഷാ വിഭാഗത്തിനും ഷൊർണൂർ പോലീസിനും ചെറുതുരുത്തി പോലീസിനും ഏറെ സഹായം നൽകാൻ നിഷാദിന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഐസ്ക്രീം വണ്ടിയിൽ ജലാശയങ്ങളിൽ അകപ്പെടുന്നവരെ ഏതു നിമിഷവും സംരക്ഷിക്കാൻ കഴിയുന്ന സാധന സാമഗ്രികൾ സൈക്കിളിൽ വെച്ചാണ് നിഷാദിൻ്റെ ഐസ്ക്രീം വിൽപ്പന. എന്നാൽ ഇത്രയും സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന നിഷാദിന് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വലിയ ഒരു തടസ്സം തന്നെയാണ്. നിരവധി ജീവനുകൾ രക്ഷിച്ച നിരവധി പേർക്ക് പരിശീലനം നൽകിയ നിഷാദിനെ പരിശീലനത്തിനായി സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് നിഷാദ്. എക്സ്പീരിയൻസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇത്ര വയസ്സായിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്നാലും ഒരാൾ പോലെയൊക്കെ ഫസ്റ്റ് ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചതിന് വളരെ സന്തോഷം. നന്നായിട്ടുണ്ട്. ബെസ്റ്റ്. ഞാൻ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് സ്കൂബ ഡൈവിങ്. അത് നമ്മുടെ ബ്രദറിന്റെ ഒരു പരിശ്രമം കൊണ്ട് പെട്ടെന്ന് നടന്നു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടെക്നിക്സ് ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് റിക്കവറി വരുന്നത് ഈ ബോഡികൾ എടുക്കാനാണ്. അപ്പോൾ അത് ഈ കോറികളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിൽ മുങ്ങിയെത്താൻ പറ്റില്ല.
അതിൽ സ്കൂബ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയ വലിയ ഉപകാരമാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിറവേറ്റുമെന്ന് വിചാരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കുളപ്പുള്ളി ഷൊർണൂർ പാത പൂർണ്ണ തകർച്ചയിൽ നടുവൊടിഞ്ഞ യാത്രക്കാർ, പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. സമരങ്ങളോടെ നിഷേധാത്മക സമീപനം. വൃത്തിയുള്ള നഗരത്തിന് ഈ വഴി തികഞ്ഞ വൃത്തികേട്. മകരയിൽ പ്രഭാത സഫാരിക്ക് ഇറങ്ങിയ വയോധിക വാഹനമിടിച്ചു മരിച്ചു. മരിച്ചത് മാങ്കുറിശി മുരുക്കാണ്ടിത്തൊടിയിൽ ജാനകി. അപകടം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മാങ്കുറിശി ക്ഷേത്ര പരിസരത്ത്. ഷൊർണൂരിൽ വിദ്യാലയത്തിന് സമീപം വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നത് അപകടാവസ്ഥയെന്ന വാർത്തയ്ക്കെതിരെ KSEB. പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് KSEB ഉദ്യോഗസ്ഥർ. താഴ്ന്നു കിടക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ കേബിൾ ലൈൻ. നഗരത്തിൽ ഒരിടത്തും വൈദ്യുതി കമ്പികൾ അപകടാവസ്ഥയില്ലെന്നും വിശദീകരണം. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രം. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പരിപാടികൾ തുടരുന്നു. കർക്കിടക വാവുബലി തർപ്പണത്തിന് നിളയോരത്തെ പുണ്യകേന്ദ്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് പിതൃതർപ്പണത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.